ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് വെച്ചാൽ ടോട്ടൽ ഉള്ള ലോണിൻ്റെ എത്ര ശതമാനം കൊടുക്കണം? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ 40% കൊടുക്കണം. RRBs സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ 75% കൊടുക്കണം. പ്രൈവറ്റ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ 40 കൊടുക്കണം. അതിൽ തന്നെ 32% എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കണം. ബാക്കി 8% അഗ്രികൾച്ചറിലേക്ക് കൊടുക്കണം. ലെൻഡിങ് എക്സ്പോർട്ടിൻ്റെ അത് പറഞ്ഞു. പിന്നെ ബാക്കി 40% ഉള്ളതിൽ തന്നെ എത്ര ശതമാനം അഗ്രികൾച്ചറിന് കൊടുക്കണം എന്നാ? 18%. ഉറങ്ങായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തീർത്തതാ. ഇതാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ PSL എന്ന് നമ്മൾ പറയും. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, അതല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്താന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. എന്താണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് വെച്ചാൽ എന്താ പറയുക? ടോട്ടലുള്ള ലോണിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ്, അത് 40%. ഇത്ര ശതമാനം പ്രയോറിറ്റി സെക്ടേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. എന്താണ് പ്രയോറിറ്റി സെക്ടർ? എക്കണോമിക്ക് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിനെയാണ് നമ്മൾ പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത്. പ്രയോറിറ്റി സെക്ടർ. അപ്പോൾ ഇത് പ്രകാരം 40% കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്നുണ്ട്. ഇൻ കേസ് ഈ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരു ടാർഗറ്റ്, ഈ 40% ഇതൊന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് എങ്ങനെയായാലും എത്തിക്കണം. ഇപ്പോൾ സ്കൂളിൽ പിള്ളേർ കുറവാണ്, ഒരു ക്ലാസ്സിലേക്ക് ഡിവിഷൻ കട്ട് ചെയ്ത് ടീച്ചർമാരുടെ ജോലി പോകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? വഴി കൂടെ പോകുന്ന ആളുകളെ പിള്ളേരെ പിടിച്ചുകൊണ്ടുവന്ന് ക്ലാസ്സിലിരുത്തി എന്നിട്ട് ആൾ വരുന്ന സമയത്ത്, ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ഈ ടാർഗറ്റ് കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഇവർ ചെയ്യുന്നൊരു മെക്കാനിസമാണ് എന്ത് ചെയ്യും? ഇവർ ഈ പറഞ്ഞ പൈസ ബാക്കി ഇപ്പോൾ 40% ആയിട്ടില്ല എന്ന് വിചാരിക്കുക. SCBക്ക്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന് 40% ടാർഗറ്റ് ആയിട്ടില്ല. ഈ 40% ടാർഗറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ 32% അല്ലെങ്കിൽ 30% ടാർഗറ്റ് ആയിട്ടുള്ളെങ്കിൽ ബാക്കിയുള്ള 10% ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ടാർഗറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നബാർഡിൻ്റെ മാനേജ്മെൻറ്റിലുള്ള RIDF, UIDF എന്ന് പറഞ്ഞിട്ട് 2 ഓർഗനൈസേഷൻസ് ഉണ്ട്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടും അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകളിലേക്ക് ഈ പൈസ ഡൊണേറ്റ് ചെയ്യല്ല, അവരതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കും. അവർക്ക് കൊടുത്തിട്ട് അവരുടെ റെസിപ്റ്റ് വാങ്ങിക്കും. എന്നിട്ട് RBI ചോദിക്കുന്ന സമയത്ത് ഇവരിത് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഇവർ ഒരു തരത്തിൽ ഇതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെറിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്ന ടാർഗറ്റ് എന്തായാലും ഇവർ അച്ചീവ് ചെയ്യണം. 40% പൈസ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത് RIDFനും UIDFനും പൈസ കൊടുക്കുക. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSL സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അത് വാങ്ങിക്കുക എന്നുള്ളതാണ്. എന്താ PSL സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടാവില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ബാങ്കുകൾ ഇപ്പോൾ ഈ പറഞ്ഞ 40% ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ മിനിമം ആണ് 40% കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളത്. 40% എങ്കിലും അവർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കണം. ചില ബാങ്കിൽ ഇപ്പോൾ SBIയുടെ കാര്യം എടുക്കുക. SBI ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് 40 കൂടുതൽ 50% അല്ലെങ്കിൽ 60% ലോൺ കൊടുത്ത് അവരുടെ ടാർഗറ്റ് ഇതൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില ബാങ്കുകളിൽ നിന്നുള്ള ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ഇതൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്കും വേണ്ടി വരില്ല, ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും? അവർ കൂടുതൽ കൊടുത്തിട്ടുള്ളതിന് വേണ്ടിയിട്ട് ഇവർ റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. ഞങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു 10% അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് പറയും. അതായത് 40% ടാർഗറ്റ് ചെയ്യുന്ന എത്ര കൂടുതൽ വേറെ ഏതെങ്കിലും ബാങ്കിൽ ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവുമല്ലോ. 50% അല്ലെങ്കിൽ 10% എക്സ്ട്രയുടെ വാല്യൂ ഉണ്ടാവുമല്ലോ. ഈ വാല്യൂ മറ്റു ബാങ്കുകൾക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച് അവർക്ക് അവരുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഇപ്പോൾ PSL സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? എന്താണ് സംഭവം സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് സെക്ടർ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് അതിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും പറയുന്നില്ല. ഇത്ര 40% കൊടുത്തോളം എന്ന് പറയുന്നതിൽ ഇത്ര ശതമാനം ഇൻട്രസ്റ്റിലാണ് എന്നുള്ളതൊന്നും വ്യക്തമായിട്ടൊരു ഗൈഡ് ലൈനിൽ പറയുന്നില്ല. പക്ഷേ ഈ RIDFലേക്കും UIDFലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് RBI കൃത്യമായിട്ട് ഇത്ര രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരും എന്നുള്ളത് പറയുന്നുണ്ട്. അതേ ഉള്ളൂ. ഓക്കെ, PSL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്താണ് RBI ആണിത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യണതൊക്കെ RBI ആണ്.
ആരാണിത്, അല്ലെങ്കിൽ തോന്നിയ പോലെയൊക്കെ ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ലേ? അങ്ങനെ ചെയ്യൂല. അപ്പോൾ RBI ആണ് ഇതിൻ്റെയൊക്കെ റെഗുലേറ്റർ. എത്ര രൂപയ്ക്ക് വിൽക്കണം, എത്ര രൂപയ്ക്ക് വാങ്ങിക്കണം, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വേരി ചെയ്യും. പല സമയത്ത് ഒരേ റേറ്റ് ഒന്നും ആയിരിക്കില്ല. ഇത് ഡിമാൻഡിനൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതാണ് PSL സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? PSL സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ?